നമ്മുടെ മുൻ ധനകാര്യമന്ത്രിയായിട്ടുള്ള തോമസ് ഐസക്കിനെ ഉം. ഈ വിജ്ഞാന കേരളം എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ അഡ്വൈസറായിട്ട് നിയമിച്ചിട്ടുണ്ട്. പ്ലാനിംഗ് ആൻഡ് എക്കണോമിക് അഫയേഴ്സ് എന്ന വകുപ്പിന് കീഴിലാണ് ഇദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നത്. ഏകദേശം 1,00,000 രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ട് മാസം ചെലവ് വരിക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹം ശമ്പളമൊന്നും വാങ്ങുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ മറ്റു പണങ്ങളെല്ലാം, അതായത് ഈ ഉദ്യോഗസ്ഥരുടെ പൈസ, കാറിൻ്റെ പൈസയൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് പോവുക. അപ്പോൾ ഇതൊരു തരത്തിൽ എന്താണ്, ജനങ്ങളുടെ നികുതിപ്പണം കട്ടുമുടിക്കൽ പരിപാടിയാണ് എന്നാണ് വലിയ വിമർശനങ്ങൾ വരുന്നത്. ഉം. എന്താണ് ഇതിലെ യാഥാർത്ഥ്യം? അതിപ്പോൾ ഒരു ഹൈക്കോടതിയിലൊരു ഹർജി വന്നിട്ടുണ്ട്. ഉം. ആ ഹർജി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചിന്റെ മുമ്പിലാണ് അത് വന്നിരിക്കുന്നത്. ഉം. അപ്പോൾ ഹർജിക്കാരനോട് അധിക സത്യവാങ്മൂലം കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഗവൺമെന്റും നോട്ടീസ് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഡോക്ടർ തോമസ് ഐസക് ഉം. സത്യത്തിൽ അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ അത്യാവശ്യം ഭേദപ്പെട്ട ഒരു മിനിസ്റ്ററായിരുന്നു. അതെ. നമ്മുടെ കേരളം കണ്ട ധനകാര്യമന്ത്രിമാരിൽ ഉം. ഭേദപ്പെട്ട മന്ത്രി തന്നെയായിരുന്നു എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഉം. പക്ഷെ അതേ സമയത്ത് തന്നെ ഉം. ഈ ഡോക്ടർ ഐസക്കിനെ ഇപ്പം ഇങ്ങനെ നിയമിച്ചിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉം. അദ്ദേഹത്തിൻ്റെ അഡ്വൈസ് വിജ്ഞാന കേരള പദ്ധതിക്ക് ആവശ്യമായിട്ടാണോ, ഉം. അതോ വിജ്ഞാന കേരള പദ്ധതി കേരളത്തിന് ഏറ്റവും അത്യാവശ്യമാണോ, ഉം. ഏ ആ പദ്ധതിക്ക് ഡോക്ടർ ഐസക്കിൻ്റെ നിർദ്ദേശങ്ങൾ എത്രമാത്രം വിലപ്പെട്ടതാണ് ഉം. എന്ന് ബോധ്യപ്പെട്ടിട്ടാണോ എന്താണെന്നൊരു വ്യക്തതയില്ല. ഇനി ഐസക്കിന് അത്യാവശ്യമായതുകൊണ്ടാണോ? കാരണം നേരത്തെ പറയുകയുണ്ടായി ഡോക്ടർ ഐസക്കിന് ഇപ്പോൾ വരുമാനമൊന്നുമില്ല ആ. എന്ന് പറയുകയുണ്ടായി. അതുപോലും വാസ്തവത്തിൽ വളരെ മലയാളി ചിന്തിക്കേണ്ട വിഷയമാണ്. ഉം. ഡോക്ടർ ഐസക്കാണ്, അദ്ദേഹം CDSൽ അധ്യാപകനായിരുന്നു, മന്ത്രിയായിരുന്നു. ഉം. പിന്നെ ഇത്രയധികം കഴിവുകളുള്ള വ്യക്തിക്ക് ഉം. എന്തുകൊണ്ട് സ്വന്തം പിന്നെ അതിജീവനത്തിനുള്ള വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നില്ല? സാർ, പെൻഷൻ ഉണ്ടാവില്ലേ സാർ ഇവർ? പെൻഷനൊക്കെ ഉണ്ടാവും. ഉം. അല്ല, വരുമാനം ഇല്ല എന്നിങ്ങനെ ഇടക്കാലത്ത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ ഐസക്. കാരണം നമ്മുടെ ഈ കഴിഞ്ഞ 10-70 വർഷമായിട്ട് ഇല്ലായ്മയാണ് വലിയ മഹത്വമായിട്ട് ഉയർത്തിക്കാട്ടുന്നത്. അതെ അതെ അതെ. അപ്പം ഈ ദാരിദ്ര്യത്തിൻ്റെ നമ്മൾ ഉയർത്തിക്കാട്ടി ആൾക്കാരുടെ കൂടെ വന്ന് ചേർത്ത് പിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരുടെ സിമ്പതി പിടിച്ചു പറ്റുക. അപ്പോൾ ഇല്ലായ്മ ഉയർത്തിക്കാട്ടിയിട്ട് എന്ത് മഹിമ, ഇല്ലായ്മയ്ക്കും ദാരിദ്ര്യത്തിനും ഒരു മഹിമ, അതിനെ മഹത്വവൽക്കരിക്കുന്ന ഒരു പ്രവണത കേരളത്തിലുണ്ടായിട്ടുണ്ട്. അതിൽ മുഖ്യ കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ്, സംശയമില്ല കാര്യം. കാര്യം ദാരിദ്ര്യത്തിന് എന്തോ ഒരു മഹത്തായ സംഗതിയായിട്ട്. അപ്പോൾ ഇവിടെ അത് ഒരു വലിയ ചോദ്യമാണ്. ഇത്രയും ക്വാളിഫിക്കേഷനുള്ളൊരു ഡോക്ടർ ഐസക്കിന് അദ്ദേഹത്തിന് ഇപ്പോൾ പത്രങ്ങളിലോ അല്ലെങ്കിൽ മാഗസിനിലോ ഒക്കെ എഴുതിയാൽ കാശ് കിട്ടും, എഴുതാനുള്ള കഴിവുണ്ട്, അറിയുകയും ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ ഡോക്ടർ ഐസക് എന്നും പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ തന്നെ അദ്ദേഹത്തിന് ലക്ഷങ്ങൾ കിട്ടും. അപ്പോൾ വരുമാനത്തിനൊക്കെ ഉള്ള മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ ഡോക്ടർ ഐസക്കിന് ഇപ്പോൾ 1,00,000 രൂപ ഒരു മാസം ഉണ്ടാക്കണമെന്ന് വെച്ചാൽ വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വിശേഷിച്ചും. പക്ഷേ എന്നാലും ഡോക്ടർ ഐസക്കിനെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡോക്ടർ ഐസക്കിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ യാത്രകൾക്കും ചെലവിനൊക്കെയുള്ള കാശ് ഏർപ്പാടായി കൊടുക്കുക സർക്കാരിൻ്റെ ചെലവിൽ എന്നുള്ളതാണ് ഇതിനകത്ത് കണ്ടിരിക്കുന്ന സാധനം. അതുകൊണ്ടായിരിക്കാം ഒരു അഡീഷണൽ അല്ലെങ്കിൽ അധിക സത്യവാങ്മൂലം നൽകാനായിട്ട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, കാരണം ഇത് നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ ഇലക്ട്രേറ്റ് ജനതയുണ്ടല്ലോ, വോട്ട് ചെയ്യുന്ന ജനങ്ങളുണ്ടല്ലോ, നമ്മളുടെ അറിവില്ലായ്മയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പരിധി വരെ ഈ സർക്കാരും സംവിധാനവും ഒക്കെ ചൂഷണം ചെയ്യുന്നത്. ഉദാഹരണത്തിന് വിജ്ഞാന കേരള, എന്താണ് ഇപ്പോൾ വിജ്ഞാന കേരള പദ്ധതി? എന്താണ്, എന്ത് വിജ്ഞാനമാണ്? ഉദാഹരണത്തിന് 1 കോടി ഡോക്ടർ ഐസക്കന്മാരുടെ ബുദ്ധി ഒന്നിച്ചു ചേർത്ത് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന വിജ്ഞാനം, ഞാൻ പറഞ്ഞു ഒരു ഡോക്ടർ ഐസക്കിൻ്റെ അല്ല, ഡോക്ടർ ഐസക്കിനെ പോലുള്ള 1 കോടി ഡോക്ടർ ഐസക്കന്മാരുടെ ബുദ്ധിയെ ഒന്നിച്ച് വേണമെങ്കിൽ, അല്ലെങ്കിൽ 10 കോടി ആയിക്കോട്ടെ, അത്രയും ബുദ്ധിയെ ഒന്നിച്ച് വേണമെങ്കിൽ സംഘടിപ്പിക്കാൻ, അവരുടെ ബുദ്ധി ഒന്നിച്ച് പ്രയോഗിക്കാൻ പറ്റുന്ന സംഗതിയിലുള്ള ചിപ്പുകൾ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. AI വരെ എത്തി നിൽക്കുന്നു, ഇപ്പം ബില്ലോയിൽ എത്തി നിൽക്കുന്നു. പ്രപഞ്ചപ്രായം വേണ്ട സമയമെടുത്ത് സാധാരണ കമ്പ്യൂട്ടറിന് പ്രോസസ്സ് ചെയ്യാൻ വേണ്ട സംഗതി 5 മിനിറ്റ് കൊണ്ട് ഈ ഗൂഗിളിൻ്റെ വില്ലോ പരിഹരിച്ചു വരുന്നു. ഉദാഹരണത്തിന് ഈ വിജ്ഞാന കേരളം പദ്ധതി ഇപ്പം പ്ലാനിങ് ആൻഡ് എക്കണോമിക് അഫയേഴ്സിൻ്റെ എന്താണ്, ഇന്നൊവേഷൻ, ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നൊവേഷൻ. ഇപ്പോൾ ഒരു കേരളത്തിൻ്റെ മൊത്തം പ്രദേശത്തിലുള്ള ഓരോ പ്രദേശത്തുള്ള സസ്യങ്ങൾ എന്താണ്, അവിടുത്തെ മിനറൽസ് എന്താണ്, ജലലഭ്യത എങ്ങനെയുണ്ട്, അതേപോലെ തന്നെ ഓരോ പ്രദേശത്തെയും ജനങ്ങൾ എത്രയുണ്ട്, ആ ജനങ്ങളിൽ എത്ര പേര് ഇന്ന വിഭാഗത്തിൽപ്പെട്ടവരും സാമ്പത്തികമായിട്ട് മെച്ചമുള്ളവരുണ്ട്, വാഹനമുള്ളവർ എത്ര ഉണ്ട്, ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പം വിരൽത്തുമ്പിലാണ്. അപ്പോൾ ഇത് അറിയുന്ന രീതിയിലുള്ള, അല്ല ഇന്ന പ്രദേശത്തിന്
ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു പ്രദേശം എടുത്തിട്ട് ആ പ്രദേശത്തിന് യോജ്യമായിട്ടുള്ള ഒരു പദ്ധതി വേണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പെയ്ഡ് അല്ലാത്ത ചാറ്റ് ജി പി ടി പോലും വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് ഇത് പരിശോധിച്ച് നോക്കാമെന്ന് പറയും. അതെ. പെയ്ഡ് ചാറ്റ് ജി പി ടി ആണെന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് ചിലപ്പോൾ അതെ, നിങ്ങൾക്ക് അതെ. ഒരു പദ്ധതി തന്നെ എന്ന് പറയും. തീർച്ചയായും തീർച്ചയായും അപ്പം ഇത്രയും സംവിധാനങ്ങളുള്ള ഒരു സംഗതിയിൽ ഇവിടെ ലോകം എത്തി നിൽക്കുമ്പോൾ ഇവിടെ ഡോക്ടർ ഐസക്കിന് എന്ത് സംഭാവനയായിരിക്കും ചെയ്യാനുണ്ടാവുക? ശരിയാണ്. അദ്ദേഹം അല്ലെങ്കിൽ ലീഡർഷിപ്പ് റോളിലാണെങ്കിൽ ഓക്കെ, അപ്പം അദ്ദേഹം ധനമന്ത്രിയാണെങ്കിൽ മനസ്സിലാക്കാം. അതെ. കാര്യം അവിടെ ഒരു വീക്ഷണവും ജനങ്ങളുടെ ജീവിതത്തെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് ധനകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഈ അഡ്വൈസർ എന്ന നിലയിൽ ഈ വിജ്ഞാന കേരള പദ്ധതിയായി വിജ്ഞാന കേരളം എന്നുള്ള പ്രയോഗം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, വളരെ അപ്രസക്തമല്ലേ ഇന്ന്, അല്ലേ? ഇന്ന് കേരളത്തിന് മാത്രമായിട്ട് എന്ത് വിജ്ഞാനമെന്ന്? കാരണം ഇന്ന് ഈ പറഞ്ഞ ഈ ബില്ലോ എന്ന് പറയുന്ന ഗൂഗിളിൻ്റെ ചിപ്പിനെ, ആ മറ്റേ ക്വാണ്ടം ചിപ്പിനെ നമ്മൾ അതിൻ്റെ ഒരു ആവിർഭാവത്തെ നമ്മൾ ചെറുതായിട്ട് കാണുന്നത് ലോകത്തെ മാറ്റിമറിക്കുകയാണ് സാധനം. അത് ഓരോ മണിക്കൂറുകൾ വെച്ചും ലോകം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ മാറ്റത്തെ നമ്മുടെ ഭരണാധികാരികളും രാഷ്ട്രീയ നേതൃത്വവും നിറയെ വലിയ വലിയ IAS ഉദ്യോഗസ്ഥന്മാരും സീനിയേഴ്സും എല്ലാവരും ടെക്നോക്രാറ്റ്സും ബ്യൂറോക്രാറ്റ്സും ഒക്കെ ഉണ്ട്. ഇവർക്ക് പോലും ഈ ഒരു സംഗതിയെ, ഈ മാറ്റത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവരും ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കീഴിൽ സുഖകരമായ രീതിയിൽ എല്ലാവിധ സൗകര്യങ്ങളും കൂടി ജീവിച്ചു പോകുന്നു. അതെ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാളികൾ ഇതിനെക്കുറിച്ച് അജ്ഞരായതിൻ്റെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇതിനെക്കുറിച്ചൊന്നും ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ടായിരിക്കാം ഇത്തരമുള്ള സംഗതികളെക്കുറിച്ച് പറയുന്നത്. കാര്യം ഇവിടെ നമ്മുടെ മാധ്യമങ്ങൾ പോലും, മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും ഇത് ചോദിക്കുന്നില്ല. അപ്പോൾ ഈ വാർത്ത വന്ന മാധ്യമങ്ങൾ പോലും എന്താണ് ഇപ്പോഴത്തെ വിജ്ഞാന കേരള പദ്ധതിയുടെ പ്രസക്തി, ഈ പദ്ധതി കൊണ്ട് കേരളത്തിന് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതിൻ്റെ ഗതി എങ്ങനെയാണ്, ഇതിൻ്റെ നിലനിൽപ്പ് എങ്ങനെയാണ്? ഇപ്പോൾ ഹൈക്കോടതി കൊടുത്തിരിക്കുന്ന ഹർജിയിൽ പറഞ്ഞിരിക്കുന്നു പ്ലാനിങ് ആൻഡ് എക്കണോമിക് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഇല്ല എന്ന് പറയുന്നു. ഒരു വകുപ്പേ ഇല്ല എന്ന് പറയുന്നു. ആ വകുപ്പിൻ്റെ അഡ്വൈസറായിട്ടാണ് ഇദ്ദേഹത്തിന് നിയമിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഇത്തരം സംഗതികൾ ഒരു മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്ന് പോലും ഈ ചോദ്യങ്ങൾ ഉയരുന്നില്ല, അഥവാ മാധ്യമ പ്രവർത്തകരിൽ ഈ ചോദ്യം ഉണ്ടാകുന്നില്ല. സെലക്റ്റീവ് ആകുന്നുണ്ട് നമ്മുടെ മാധ്യമങ്ങൾ. സെലക്റ്റീവ് ആകുന്നത് മാത്രമല്ല, സെലക്റ്റീവ് ആകുകയാണെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാറുന്ന കാലത്തിൻ്റെ തൊട്ട് മുമ്പിൽ നിൽക്കേണ്ട വ്യക്തിയാണ്. ഈ കാലത്തിൻ്റെ മാറ്റം അനുസരിച്ചിട്ട് എങ്ങോട്ടാണ് ഗതിയെ കൊണ്ടുപോകേണ്ടതെന്ന് മുൻകൂട്ടി തിരിച്ചറിയാൻ ശേഷിയുള്ളവനായിരിക്കണം മാധ്യമപ്രവർത്തകർ. മറിച്ച് ഇതിൻ്റെ ഒഴുക്കിൽ ചേരാനല്ല മാധ്യമപ്രവർത്തകൻ്റെ കർത്തവ്യം എന്ന് പറയുന്ന സാധനം. പക്ഷെ ഇവിടെ ഒഴുക്കിനകത്ത് പെട്ടുപോകുന്ന അവസ്ഥയാണ് കാണുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ വിജ്ഞാന കേരള പദ്ധതി കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ വലിയ അന്വേഷണാത്മക പത്രപ്രവർത്തന ഒരു വൈദഗ്ധ്യത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഒരു സാധാരണ മാധ്യമപ്രവർത്തകൻ അന്വേഷിച്ച് എന്താണ് ഈ വിജ്ഞാന കേരള പദ്ധതി, എന്താണ് കേരള സർക്കാർ ഈ വിജ്ഞാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റയാണോ, അതോ ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്നതാണോ, അതോ നമ്മൾക്ക് ആവശ്യമായ രീതിയിലുള്ള ഒരു ഡേറ്റ അല്ലെങ്കിൽ ഒരു സംഗതി ഉരുത്തിരിയുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സമീപനം എടുക്കുന്നതിന് വേണ്ടിയിട്ടാണോ? അങ്ങനെയാണെങ്കിൽ ഇതിന് ടെക്നോളജി അവൈലബിൾ അല്ലേ? അപ്പോൾ അത് കൈകാര്യം ചെയ്യുന്നതിനോട് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ കാണാത്ത വശങ്ങൾ ഉണ്ടായിരിക്കാം. ഇപ്പോൾ ഈ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ഈ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചിട്ട് കേരളത്തിനെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു പദ്ധതി രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയാണോ എന്നുള്ളത് ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല. അതെ. ഇപ്പോൾ ഡോക്ടർ തോമസ് ഐസക്കിനെ അതിനുവേണ്ടിയാണോ നിയമിച്ചിരിക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെയൊക്കെ വ്യക്തമാവും. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കാണേണ്ട ഒരു സംഗതി ഈ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഒരു അബോധാവസ്ഥയോ അല്ലെങ്കിൽ നിഷ്ക്രിയാവസ്ഥയോ ആണ്. വാർത്തകൾ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ വിജ്ഞാന കേരളം എന്നുള്ള വാക്കിൽ തന്നെ വാർത്തകളുടെ ഖനി ഉറഞ്ഞു കിടക്കുകയാണ് ചെയ്യുന്നത്. അല്ലേ? ഇപ്പൊ എവിടെ ഈ കാലം, കേരളം എവിടെ നിൽക്കുന്നു, കാലം എവിടെ നിൽക്കുന്നു, ഇത് രണ്ടും ഈ ഒരൊറ്റ ചിന്ത വന്നു കഴിഞ്ഞാൽ തന്നെ ഈ വിജ്ഞാന കേരള പദ്ധതി എന്താണ് എന്നുള്ള ഇത് വരും. അതോടൊപ്പം തന്നെ നിലവിലുള്ള മറ്റ് പദ്ധതികൾ, ഈ മറ്റ് പദ്ധതികളായിട്ട് വിജ്ഞാന കേരള പദ്ധതി എങ്ങനെ പോകുന്നു, പ്രാദേശിക ഗവൺമെൻറ്റുകൾ, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, അവിടെയും ഈ പറഞ്ഞുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. സാർ അവിടെ ഏറെ പ്രബുദ്ധരാണ് എന്ന് നമ്മളെ പറ്റി പറയാറുണ്ട്, മലയാളിയെ പറ്റി പറയാറുണ്ട്. പക്ഷേ സാർ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള പദ്ധതികൾ എന്തിനു വേണ്ടി കൊണ്ടുവരുന്നു, ഇതിൻ്റെ പുറകിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്, ഇതുകൊണ്ട് നമുക്ക് എന്താണ് ഗുണമുള്ളത്, ഭാവിയിൽ എന്താണ് സംഭവിക്കുക,
ഇതൊന്നും അന്വേഷിക്കാനോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി മനസ്സിലാക്കാനോ ഒന്നും തന്നെ മലയാളിക്ക് വലിയ താല്പര്യമില്ല എന്ന് മാത്രമല്ല, ഒരു ഉദാഹരണത്തിന് ഇപ്പം നവകേരള യാത്ര നടത്തിയപ്പോൾ വലിയ ആഘോഷമായിരുന്നു. കാരണം ഇതാ എല്ലാ പരാതികളും പരിഹരിക്കാൻ പോകുന്നു, വലിയ രീതിയിൽ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി നേരിട്ട് ഇറങ്ങിയിട്ടില്ല എന്നൊക്കെയായിരുന്നു. പക്ഷേ ഇപ്പം വന്ന വാർത്ത എന്ന് പറയുന്നത് ആ നവകേരള പദ്ധതിയിൽ കൊടുത്ത പരാതികളിൽ ഭൂരിഭാഗത്തിനും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്നാണ് ഏറ്റവും പുതിയതായി പുറത്തു വന്ന വാർത്ത. ഞാൻ ഒരു ഗവൺമെന്റിനെ മാത്രം പറഞ്ഞതല്ല, ഇങ്ങനെയാണ് നമ്മുടെ മലയാളികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പ്രബുദ്ധരെന്ന് സ്വയം അവകാശപ്പെടുമ്പോൾ ഏതൊക്കെ കാര്യത്തിലാണ് പ്രബുദ്ധത എന്നും കൂടി നോക്കേണ്ടതല്ലേ? അതിനകത്തൊരു വളരെ സിമ്പിളായിട്ടൊരു കാര്യം, ഏതെങ്കിലും പ്രബുദ്ധനായ ഒരു വ്യക്തി താൻ പ്രബുദ്ധനാണെന്ന് പറയൂ. ഏതെങ്കിലും ഒരു ഭർത്താവ് ഒരു ഭാര്യയോട് പറയുകയാണ്, ഞാൻ നിന്നെ മാത്രമേ നോക്കാറുള്ളൂ, നിന്നെ മാത്രമേ ഞാൻ സ്നേഹിക്കാറുള്ളൂ, നീയുമായിട്ട് മാത്രമേ എനിക്ക് ബന്ധമുള്ളൂ എന്ന് ഏതെങ്കിലും ഒരു ഭർത്താവ് ഭാര്യ എടുത്ത് പറഞ്ഞാലും ഭാര്യ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞാലും ഉറപ്പിച്ചു കൊള്ളണം അവർക്ക് വേറെ ബന്ധമാണ് എന്ന് പറഞ്ഞതുപോലെ ഒരു പ്രബുദ്ധതയുള്ള വ്യക്തിക്ക് ഒരിക്കലും പ്രബുദ്ധനാണെന്നോ പ്രബുദ്ധയാണെന്നോ പറയേണ്ട ആവശ്യമില്ല. അത് പ്രകടമാകും, എക്സ്പീരിയൻസ് ചെയ്യും. ഈ പ്രബുദ്ധത എന്നുള്ള സാധനം അനുഭവത്തിലൂടെ അറിയേണ്ട സാധനമാണ്. അല്ലാതെ ഒരു ആശയത്തിലൂടെ പറഞ്ഞ് മറ്റൊരാളുടെ ഉള്ളിൽ കയറ്റിയിട്ട് അയാളെ കൊണ്ട് ഞാൻ പ്രബുദ്ധനാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരവസ്ഥയല്ല ഉണ്ടാവേണ്ടത്. മനസ്സിലായി? പ്രബുദ്ധത എക്സ്പീരിയൻസ് ചെയ്യണം. ഒരാളുടെ സ്നേഹം ഒരിക്കലും നമുക്ക് പറഞ്ഞ് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങളാൽ ഒരാൾ സ്നേഹിക്കപ്പെടുന്നു എങ്കിൽ ആ വ്യക്തി അത് അറിയും. തീർച്ചയായും. മനസ്സിലായില്ലേ? മറിച്ച് നിങ്ങൾക്ക് പറഞ്ഞ് ഞാൻ നിന്നെ എന്തോ ഒരു സ്നേഹമാണ്, നിനക്ക് ഞാൻ ഇന്നടത്ത് പോയപ്പോൾ ഇന്നത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടില്ലേ എന്നൊക്കെ ശരി ന്യായീകരിക്കാം. പക്ഷേ സ്നേഹം എന്നുള്ള എക്സ്പീരിയൻസ് നടക്കത്തില്ല. എന്ന് പറഞ്ഞതുപോലെ മലയാളിയുടെ പ്രബുദ്ധത, മലയാളിയുടെ ഈ ഒരു അബോധ അവസ്ഥയിൽ നിന്നാണ് ഈ പ്രബുദ്ധത എന്നുള്ള വാക്ക് വരുന്നത്. നമുക്ക് എപ്പോഴും ഇല്ലാത്തത് ഉണ്ടെന്ന് പറയാനുള്ള വ്യഗ്രത മനുഷ്യനുണ്ടാവും. ഇപ്പം ന്യായീകരണം, മലയാളിയെ പോലെ ഇത്രയും ന്യായീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പ്രതിരോധ ജാഥയും മാർച്ച് വരെ നടത്താറുണ്ട്. അതിൻ്റെ ആവശ്യം എന്താ? മഹാത്മാഗാന്ധിജി എന്നെങ്കിലും ഒരു സംഗതി പ്രതിരോധിക്കുന്നത് ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്? ഉണ്ടോ? ഇല്ല, വായിക്കത്തില്ല. എന്താ കാരണം? വളരെ സിമ്പിളാണ് ഇതൊക്കെ. ആരെപ്പോൾ എവിടെ പ്രതിരോധിക്കുന്നുവോ, ഇപ്പം നീതിന്യായ വ്യവസ്ഥകളുടെ മുമ്പിൽ 2 വെർഷൻ അവതരിപ്പിക്കണം. അതേപോലുള്ള വേദികൾക്ക് പുറമെ എവിടെ ആര് ന്യായീകരിച്ചാലും അവകാശങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാലും അതിന് നേർ വിപരീതമാണെന്ന് മനസ്സിലാക്കണം. പ്രബുദ്ധ മലയാളി എന്നുള്ള സാധനം നമുക്ക് തീരെ ബോധമില്ലാത്തത് കൊണ്ട്, പ്രബുദ്ധതയോ അല്ലെങ്കിൽ ബോധം എന്താണ് എന്നുള്ള ബോധ്യം തീരെ ഇല്ലാത്തത് കൊണ്ട് പ്രയോഗിക്കുന്ന ഒരു അബോധ പ്രയോഗമാണ് ഈ പ്രബുദ്ധത എന്ന് പറയുന്നത്. തീർച്ചയായും. എന്തായാലും സാറ് പറഞ്ഞതുപോലെ ഇത്തരം പദ്ധതികളും ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് നല്ലതാണ്. പക്ഷെ അതിൻ്റെ പുറകിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കി അത് യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം നമ്മുടെ ജനങ്ങൾക്കുമുണ്ട്, നമ്മൾക്ക് എല്ലാവർക്കുമുണ്ട് എന്നുള്ളത് കൂടിയാണ് അങ്ങയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്ത് തന്നെയായാലും നമുക്ക് ഇനി ഈ വിജ്ഞാന കേരളം പദ്ധതി എന്താകുമെന്ന് നമുക്ക് നോക്കി കണ്ട് ഭാവിയിൽ അറിയാം. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.